ഒരു ചെസ് ബോർഡിൽ 64 തുല്യ സമചതുരങ്ങൾ ഉണ്ട്. ഓരോ സമചതുരത്തിൻ്റെയും വിസ്തീർണം 2.56 സെൻറ്റിമീറ്റർ സ്ക്വയർ. ചെസ് ബോർഡിൻ്റെ ഈ സമചതുരങ്ങൾ എല്ലാം കൂടി ചേർന്ന വലിയ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? നമ്മൾ ഏകദേശം ഇത്ര വരച്ചിട്ടുണ്ട്. പൂർണ്ണമായും ശരിയല്ല, കാരണം ചെസ് ബോർഡിൽ 64 തുല്യ സമചതുരങ്ങളുള്ളത്. നമ്മളിവിടെ 16 വരച്ചിട്ടുള്ളൂ. ചെറിയ ചെറിയ സമചതുരങ്ങൾ 16 ചേർന്നിട്ടുള്ള ഒരു ചെസ് ബോർഡിൻ്റെ ചിത്രം ഏകദേശം വരച്ചിട്ടുണ്ട്. നമുക്ക് എന്താ വന്നിരിക്കുന്നത്? ഇതിലത്തെ ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം, ഇതെല്ലാം തുല്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 2.56. നമുക്ക് എന്താ കാണേണ്ടത്? ഈ ചെറിയ സമചതുരങ്ങളെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു വലിയ സമചതുരം ഉണ്ടാവുമല്ലോ. ആ വലിയ സമചതുരം, അതായത് ചെസ് ബോർഡിൻ്റെ ഒരു വശം എത്രയാണെന്ന് കാണണം. അതിനായി നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ ഓരോ ചെറിയ ചെറിയ സമചതുരത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 2.56. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ 64ൻ്റെയും കൂടി ആകെ വിസ്തീർണം കാണാം എന്ന് പറഞ്ഞാൽ ഈ വലിയ സമചതുരത്തിൻ്റെ വിസ്തീർണം കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്താൽ 64ഉം 2.56ഉം ഗുണിക്കുക. വലിയ സമചതുരത്തിൻ്റെ വിസ്തീർണം 64 ഇൻറ്റു ഒരു ചെറിയ സമചതുരത്തിൻ്റെ വിസ്തീർണം. 64 ഇൻറ്റു ചെറിയ സമചതുരത്തിൻ്റെ വിസ്തീർണം നമുക്ക് തന്നെ 2.56. 64 ഇൻറ്റു 2.56 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഈ വലിയ സമചതുരത്തിൻ്റെ വിസ്തീർണം കിട്ടി. വലിയ സമചതുരത്തിൻ്റെ വിസ്തീർണം, സമചതുരത്തിൻ്റെ വിസ്തീർണം കാണാൻ സൂത്രവാക്യം എന്താ? വശം സ്ക്വയറാണ്. ഈ വലിയ സമചതുരത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് അതിൻ്റെ വലിയ വശം ഉണ്ടല്ലോ, ഈ വശങ്ങളെല്ലാം തുല്യമാണ്. ആ വശത്തിൻ്റെ വർഗ്ഗമാണ് വിസ്തീർണം. അതായത് വശം സ്ക്വയർ, ഈ വലിയ സമചതുരത്തിൻ്റെ വശം സ്ക്വയറാണ് നമുക്ക് ഈ കിട്ടിയത്. എത്ര? 64 ഇൻറ്റു 2.56. ഇതെങ്ങനെ വശം കാണുക? റൂട്ട് കണ്ടാൽ മതി. റൂട്ട് ഓഫ് 64 ഇൻറ്റു 2.56. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം, 2ൻ്റെ റൂട്ട് കണ്ട് ഗുണിച്ചാൽ മതി. റൂട്ട് 64 ഇൻറ്റു റൂട്ട് ഓഫ് 2.56. 64ൻ്റെ റൂട്ട് 8ആണ്. 8 64. 64 റൂട്ട് 8ആണ്. പിന്നെ 2.56 റൂട്ട് കാണാൻ നമ്മൾ 256 റൂട്ട് കാണുക. 256 റൂട്ട് 16ആണ്. 16 ഇൻറ്റു 16 256. അപ്പോൾ 2.56 റൂട്ട് എങ്ങനെ കാണുക? 256 റൂട്ട് 16. ഈ സംഖ്യകൾ മാറ്റില്ല. പിന്നെ എന്താണ്? 256 ദശാംശമില്ല, 2.56 ദശാംശമുണ്ട്. എത്ര ദശാംശമുണ്ട്? ദശാംശം കഴിഞ്ഞിട്ട് 2 അക്കങ്ങളുണ്ട്. അപ്പോൾ ദശാംശമുള്ള സംഖ്യയുടെ റൂട്ട് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി എടുക്കുക. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി. ദശാംശ സ്ഥാനങ്ങൾ ഇപ്പോൾ 2 ഉള്ളത്, അതിൻ്റെ പകുതി 1. എന്നിട്ട് ഈ 16 ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കുക. അപ്പോൾ 1.6 എന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ 2ൻ്റെ റൂട്ട് കണ്ടുപിടിച്ചു. എത്രയ്ക്കാണ്? 8 ഇൻറ്റു 1.6. ഇനി ഗുണിക്കുക. 8 ഇൻറ്റു 16, നമ്മൾ 16 ഗുണിക്കുക. 16 128. അതിൽ ഒരു സ്ഥാനം നീക്കുക. അപ്പോൾ ഉത്തരം 12.8 സെൻറ്റിമീറ്ററാണ് ഈ വലിയ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം.